റിപ്പോർട്ടിംഗ് അതോറിറ്റി, അതിൻ്റെ മീനിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ സ്കോപ്പ്, ദെൻ ഫങ്ഷൻസ്, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. NFRA എന്താണെന്നും അതിൻ്റെ ഫങ്ഷൻസും സ്കോപ്പും. ഫസ്റ്റ്, ദ നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി NFRA is a body constituted under the provisions of Section 132 of the Companies Act 2013. അതായത് കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 132ലാണ് ഈ ഒരു NFRAനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ളത്. ദെൻ ഇത് എഫക്റ്റീവ് ഫ്രം 1st October 2018, അതായത് ഒക്ടോബർ 1 2018 മുതലാണ് ഇത് നിലവിൽ വന്നിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് റെഗുലേറ്റർ. ഇതൊരു ഇൻഡിപെൻഡൻറ്റ് റെഗുലേറ്റർ ആണ്, അല്ല വേറൊരു കൺട്രോളിങ്ങും അതിൻ്റെ മുകളിൽ വരുന്നില്ല. കാരണം അതായത് ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ വേറെ പ്രൈവറ്റ് ഏജൻസീസിൻ്റെ ഒരു കൺട്രോളിങ്ങും ഈ NFRAൻ്റെ മുകളിൽ വരുന്നില്ല. സോ ഇറ്റ് ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് റെഗുലേറ്റർ. ഇനി ഇവർ മെയിനായിട്ടും ചെയ്യുന്നത് ടു ഓവർസീ the auditing profession and accounting standards in India under Companies Act 2013. ഇവർ കറക്റ്റ് ഇവാലുവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ചെക്ക് ചെയ്യുക അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും അതുപോലെ തന്നെ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സും ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു NFRAൻ്റെ മെയിൻ ഫങ്ഷനായിട്ട് വരുന്നത്. ദെൻ NFRA കൺസിസ്റ്റ് ഓഫ് 1 chairman, 3 ഫുൾ ടൈം മെമ്പേഴ്സ് ആൻഡ് 1 സെക്രട്ടറി. ഒരു ചെയർമാനും 3 ഫുൾ ടൈം മെമ്പേഴ്സും അതുപോലെ തന്നെ ഒരു സെക്രട്ടറിയാണ് NFRAൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് NFRAൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. റോൾ ഓർ ഫങ്ഷൻസ് ഓഫ് NFRA. ഫസ്റ്റ് വരുന്നത് make recommendations to the central government on the formulation and laying down of accounting and auditing policies and standards. അതായത് അക്കൗണ്ടിങ് പോളിസീസും അല്ലെങ്കിൽ ഓഡിറ്റിംഗ് പോളിസീസ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള റെക്കമെൻഡേഷൻസ് സെൻട്രൽ ഗവൺമെൻറ്റിന് കൊടുക്കുക അല്ലെങ്കിൽ അതിനുവേണ്ടി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് NFRAൻ്റെ റോളായിട്ട് പറയുന്നത്. സെക്കൻഡ്, മോണിറ്റർ ആൻഡ് എൻഫോഴ്സ് ദ കംപ്ലയിൻറ്റ്സ് ഓഫ് ദി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിലും സെയിം ടൈം ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സിലും ഒരു ചേർച്ച കൊണ്ടുവരിക അല്ലെങ്കിൽ ഒരു സെയിം വേയിൽ ചെയ്യുക എന്നുള്ള ഒരു മീനിങ് ആണ് ഈ ഒരു ഫങ്ഷൻസിൽ പറയുന്നത്. അവരുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സും ഒക്കെ നമ്മൾ റിപ്പോർട്ടിംഗ് ചെയ്യുന്ന സമയത്ത്, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് മോണിറ്റർ ചെയ്യുക, അതാണ് രണ്ടാമത്തെ ഫങ്ഷൻ. തേർഡ്, ഓവർസീ ദ ക്വാളിറ്റി ഓഫ് സർവീസ് ഓഫ് ദ പ്രൊഫഷണൽസ് such as auditors, CFOs, etc. and suggest measures required for improvement in the quality of service. അതായത് പ്രൊഫഷണൽസ് ഉണ്ട്, അതായത് ഓഡിറ്റേഴ്സ് ആയിരിക്കാം, അതേപോലെ തന്നെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ്, ചീഫ് ഫിനാൻസ് ഓഫീസേഴ്സ്, ഇവരുടെയൊക്കെ സർവീസിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക, അതായത് അവരുടെ വർക്കിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് സജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് NFRAൻ്റെ വേറൊരു ഫങ്ഷൻ വരുന്നത്. അപ്പോൾ മെയിനായിട്ട് വരുന്ന 3 ഫങ്ഷൻസാണ്. ഒന്ന്, അക്കൗണ്ടിങ് പോളിസീസും ഓഡിറ്റിംഗ് പോളിസീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെക്കമെൻഡേഷൻസ് സെൻട്രൽ ഗവൺമെൻറ്റിന് കൊടുക്കുക, അതുപോലെ തന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സും മോണിറ്റർ ചെയ്യുക. ദെൻ ഇതൊക്കെ ചെയ്യുന്ന പ്രൊഫഷണൽസ് ഉണ്ടായിരിക്കും, അക്കൗണ്ടിങ്ങും ഓഡിറ്റിങ്ങും വർക്ക് ചെയ്യുന്ന ഓഡിറ്റർ അല്ലെങ്കിൽ ഫിനാൻസിങ് ഓഫീസേഴ്സ് ആയിക്കോട്ടെ, ഇവരുടെയൊക്കെ സർവീസ്, അതായത് ഇവരുടെ വർക്കിന് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക. ഇനി നെക്സ്റ്റ്, സ്കോപ്പ് ഓഫ് NFRA. ഫസ്റ്റ്, NFRA ഹാസ് ദ പവർ to investigate and also conduct quality reviews for a certain prescribed class of companies. അതായത് NFRAൻ്റെ പവേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത്, അതായത് ഏതൊക്കെ ടൈപ്പ് ഓഫ് കമ്പനീസിലാണ് ഈ ഒരു നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റീൻ്റെ പവേഴ്സ് വരുന്നത്, അതായത് ആ ഒരു ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഫസ്റ്റ് നോക്കുക, കമ്പനീസ് ലിസ്റ്റഡ് ഇൻ ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനി, അതേപോലെ തന്നെ അൺലിസ്റ്റഡ് കമ്പനീസ് ഉണ്ടായിരിക്കും. ഈ അൺലിസ്റ്റഡ് കമ്പനീസ് എന്ന് പറയുമ്പോൾ അതിൽ പറയുന്നത് നെറ്റ്വർക്ക് 500 crore അല്ലെങ്കിൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 500 crore, അതും അല്ലെങ്കിൽ ആനുവൽ ടേൺ ഓവർ 1000 crore, ഇതൊക്കെയുള്ള അൺലിസ്റ്റഡ് കമ്പനീസിലും എന്ത് ചെയ്യാൻ പറ്റും, NFRAൻ്റെ അതോറിറ്റി അല്ലെങ്കിൽ NFRAൻ്റെ പവർ ഉണ്ട്.
നെക്സ്റ്റ് കമ്പനീസ് ഹൂസ് സെക്യൂരിറ്റീസ് ആർ ലിസ്റ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. അതായത് ഔട്ട്സൈഡ് ഇന്ത്യയിൽ സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനീസ്. ദെൻ ഇൻഷുറൻസ് കമ്പനീസ്, ബാങ്കിങ് കമ്പനീസ് ആൻഡ് കമ്പനീസ് എൻഗേജ് ഇൻ ജനറേഷൻ ഓഫ് സപ്ലൈ ഓഫ് ഇലക്ട്രിസിറ്റി. ലാസ്റ്റ് കമ്പനീസ് ഗവേൺഡ് ബൈ എനി സ്പെഷ്യൽ ആക്ട്. അത് സ്പെഷ്യൽ ആക്ട് പ്രകാരം ഗവേൺ ചെയ്യുന്ന കമ്പനീസ്. ഇത് RBI, SBI, LIC ഇതൊക്കെയാണ് നമുക്ക് അതിന് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുക. അപ്പോൾ ഇത്രയും കമ്പനീസിലാണ് ഈ ഒരു NFRAൻ്റെ പവേഴ്സ് വെസ്റ്റ് ചെയ്തിട്ടുള്ളത്.